إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയം വരിക്കാനാണ്. തോൽക്കാൻ ആർക്കും താല്പര്യമില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരും ആഗ്രഹിക്കുന്നത് പരീക്ഷകളിൽ വിജയിക്കാനാണ്. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബിസിനസ്സുകൾ വിജയിക്കണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി അയാളും ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നാണ്. ചുരുക്കത്തിൽ ഓരോ പ്രവർത്തനങ്ങളിലും മുഴുകുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് തങ്ങൾ ഏർപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വിജയിക്കണമെന്നാണ്. സത്യത്തിൽ എന്താണ് ഈ വിജയം എന്ന് പറഞ്ഞാൽ? ജീവിച്ചിരിക്കുന്ന പല ആളുകളെയും സംബന്ധിച്ച് നമ്മളൊക്കെ പറയും അയാള് ജീവിതത്തിൽ വിജയിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ ചില ആളുകൾ പറയാം. സമ്പത്ത് കൊണ്ട് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം സമ്പത്ത് കൊണ്ട് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം ഒരു ഭൂകമ്പം ഉണ്ടായാൽ മതി, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ മതി, എല്ലാം പോയി. സഹോദരന്മാരെ, ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ വിജയങ്ങൾ ലഭിച്ചാൽ പോലും ഒരുപക്ഷെ പരാജയം ഉണ്ടാവും. കുറെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പുറകിൽ കോട്ടങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ ചില വാചകങ്ങൾ അയാളോട് പറയാം. ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. 5 ഘട്ടങ്ങൾ വരുന്നതിന് മുമ്പ് 5 ഘട്ടങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു ആയുസ് നൽകിയ ആളുകൾക്കൊക്കെ ഈ ഘട്ടങ്ങൾ വരും. 5 ഘട്ടം. ഒന്നാമത്തത് ശബാബക ഖബ്ല ഹറമിക്,
ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം അത് നീ ഉപയോഗപ്പെടുത്തണം എന്നാണ്. ഇതൊക്കെ നമ്മളോടൊക്കെയാണ് ഈ നിർദ്ദേശം. യഥാർത്ഥത്തിൽ ഈ യുവത്വം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. നോക്കൂ, യൂസുഫ് എന്ന ഒരു യുവാവ് നമുക്ക് ഓർമ്മല്ലേ, അലൈഹിസ്സലാം. അധർമ്മം മുറ്റി നിന്ന ചുറ്റുപാടുകളോട് ജിഹാദ് പ്രഖ്യാപിച്ച ഒരു മുജാഹിദാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. അതായത് തിന്മയോട് ഒരു ചെറിയ അളവിൽ പോലും യോജിക്കാനാവാതെ അവസാനം വരെ പൊരുതി നിന്ന രക്തത്തിളപ്പുള്ള ഒരു മുജാഹിദ്. യുവാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അഭയം നൽകിയവൾ അരുതാത്തതിന് വേണ്ടി ശ്രമിച്ചപ്പോ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ആ ചെറുപ്പക്കാരൻ പിടിച്ചു നിന്നു. ശിരകളിലെ രക്തം പോലെ ഉള്ളിൽ നിറയെ ഭക്തിയും വിശ്വാസവും കാരണം പാപത്തിന്റെ ആ മണമുള്ള കൊടുങ്കാറ്റിലും തളരാത്ത വടവൃക്ഷമായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ ഇടം നേടി. സഹോദരന്മാരെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് യൂസുഫ് എന്ന യുവാവിന് എല്ലാം എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ അനുകൂല സാഹചര്യങ്ങളാണ് നമ്മുടെ യുവാക്കൾ. അദ്ദേഹത്തെ വശീകരിക്കാൻ ഒരു പെണ്ണിന്റെ സീൽക്കാരമാണ് ഉണ്ടായതെങ്കിൽ ഇന്നത് 100 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാർ, യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാചകങ്ങൾ. നാണം മറക്കാത്ത നാടും നഗരവും നമ്മുടെ അടുക്കളയിൽ വരെ എത്തി. പക്ഷേ നമ്മുടെ മക്കൾക്ക്, യുവാക്കൾക്ക് യൂസുഫിന്റെ നട്ടെല്ല് നഷ്ടപ്പെടുന്നു. എല്ലാ സുഖത്തെക്കാളും മഹത്തായ സ്വർഗമെന്ന തിരിച്ചറിവ് നമ്മുടെ യുവാക്കൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറഞ്ഞത്, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. വാർദ്ധക്യം വരും. നമ്മുടെ മുമ്പിൽ കസേരയിരിക്കുന്ന പല ആളുകളുണ്ട്, അവരൊക്കെ ഒരു കാലത്ത് യുവാക്കളായിരുന്നു. നമ്മളും അള്ളാഹു ആയുസ് തന്നാൽ ഒരുപക്ഷെ വാർദ്ധക്യത്തിലെത്തും, അല്ലെ? അപ്പൊ ഒന്നാമത്തെ ഉപദേശം വന്ന. രണ്ടാമത്തേത് പിന്നെ രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. രോഗം വരുമല്ലോ, നമ്മൾ കാണുന്നുണ്ട്. എത്ര സൂക്ഷിച്ചാലും രോഗം വരികയാണ്. ഇന്ന് രാവിലെ ഏകദേശം 6:45 എങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ പിന്നെ മഴയുടെ കോട്ടൊക്കെ ഇട്ടിട്ട് നടക്കണം. ഓന് ചിലപ്പോൾ അറ്റാക്കായി മരിക്കും. നമ്മളിപ്പോ ഈ നടക്കണതാണല്ലോ കൊളസ്ട്രോൾ കുറഞ്ഞ് അറ്റാക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എത്ര ശ്രദ്ധിച്ചാലും എന്തുവരും? രോഗം വരും മനുഷ്യൻ. അപ്പൊ ആ രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഇപ്പോ ചില ആളുകൾ കസേര ഇരുന്ന് നിസ്കരിക്കണം. അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒന്ന് സുജൂദ് ചെയ്യാൻ. സുജൂദ് ചെയ്യാൻ എന്തൊരു സുഖാരങ്ങള്! റബ്ബിന്റെ മുമ്പിൽ വെക്കണ തലയിൽ നെറ്റിയുണ്ടല്ലോ. പക്ഷെ എന്ത് ചെയ്യും? മൂന്നാമത്തെ കാര്യം, ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള സമ്പന്നത അത് ഉപയോഗപ്പെടുത്തണം. സമ്പന്നനാകുമ്പോ നമ്മൾ വിചാരിക്കരുത് ദാരിദ്ര്യം വരുമെന്ന്. ദാരിദ്ര്യം വരൂല എന്ന് ആരും വിചാരിക്കണ്ട. ഇന്നലെ ഞാൻ കണ്ട മുതലാളി, ഒരു സുഹൃത്ത് പറഞ്ഞ, ഇന്നലെ ഞാൻ കണ്ട മുതലാളി ഇന്നീ തെരുവിൽ തൊഴിലാളിയാണ്. അപ്പൊ സമ്പന്നനാകുമ്പോ നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും ദാരിദ്ര്യം വരൂലാന്ന്. ഏതെങ്കിലും രൂപത്തിലുള്ള ദാരിദ്ര്യം വരും. എല്ലാവർക്കും സാമ്പത്തികമായ ദാരിദ്ര്യമായിക്കൊള്ളണമെന്നില്ല. പല രൂപത്തിൽ ദാരിദ്ര്യം ഉണ്ടല്ലോ, വരും. അപ്പൊ എന്ത് ചെയ്യണം? ആ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സമ്പന്നത ഉപയോഗപ്പെടുത്തണം. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ ഉപദേശിച്ചു, നീ വല്ലാതെ ബിസി ആകുന്നതിന് മുമ്പ്
നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. ബിസിയായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയല്ലേ, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ബിസിയാണ്. ആ ബിസിയായ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണല്ലോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ഓൻ ബിസിയാണ് അല്ലേ? എത്ര ദിക്റുകളും ദുആകളും തസ്ബീഹും ഒക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചേ ഓന് ചെല്ല സമയമില്ലെന്ന്, ഓൻ ബിസിയാണ്. അപ്പൊ അങ്ങനെ ബിസി ആകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയം ഉണ്ടായിരുന്ന ഒരുപാട് സഹോദരന്മാർ, നമ്മളൊക്കെ ഖേദിക്കേണ്ടി വരും. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ഉപദേശിച്ചത് വഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തിക്കോ. മരണം വരും. സഹോദരന്മാരെ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഉപയോഗപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണ്, ഉറപ്പാണ്. ദുനിയാവിലെ വിജയം നോക്കൂ, ദുനിയാവിലെ വിജയങ്ങളും യഥാർത്ഥ വിജയമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് 5-8 ആൺമക്കളുണ്ട്, ഒന്നുമില്ല. ഇപ്പൊ നോക്കൂ, പിന്നെ മക്കളെ, ഒരു മകൻ ലണ്ടനിൽ, ഒരു മകൻ മറ്റേ വേറെ എവിടെ, നല്ല സാമ്പത്തിക ശേഷി, മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവസാനം ഈ പഠിപ്പിച്ച് വേർപ്പ് ചോര നീരാക്കി പോറ്റി വളർത്തിയ പിതാവിന് തെരുവിലേക്ക് എറിയണം. ഇത് വെറുതെ കഥ പറയില്ല, എന്ത് കാര്യമാണ് മക്കളെ വളർത്തിയിട്ട്. അപ്പൊ അതൊന്നും വിജയം കണക്കാക്കണ്ട. നമുക്ക് വേണ്ടത് നൈമിഷികമായ വിജയമല്ല, സ്ഥിരമായ വിജയമാണ്. ഇവിടെ വിജയങ്ങളൊക്കെ നീങ്ങിപ്പോകും. നീങ്ങിപ്പോകാത്ത ഒരു വിജയമുണ്ട്, അതിനെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നോക്കൂ, 2 പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ വളരെ മനോഹരമായിട്ട് കാണാം. 2 പദങ്ങൾ. ഒന്ന്, ഒരുപാട് സ്ഥലങ്ങളിൽ ആ പദങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ കാണാം. ഒന്ന് അൽ ഫൗസ് എന്നാണ്. ഫൗസ്, ഞാനീ പറഞ്ഞ യഥാർത്ഥ വിജയത്തെ കുറിച്ചിട്ടാണ്. അൽ ഫൗസ്, അൽ ഫൗസുൽ കബീർ, വലിയ വിജയം. അൽ ഫൗസുൽ അദീം, മഹത്തായ വിജയം. അൽ ഫൗസുൽ മുബീൻ, വ്യക്തമായ വിജയം. ഇങ്ങനെ അള്ളാഹ് ഉപയോഗിച്ചത് അൽ ഫൗസ്, വിജയം. ഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ മാത്രമാണ് വിജയികൾ. ആ വിജയികൾ അള്ളാഹു നാം ഉൾപ്പെടുത്തട്ടെ. അതാണ് ശാശ്വതമായ വിജയം. 2ാമത്തെ വാചകം, പിന്നെ വാക്ക്, പിന്നെ മുഫ്ലിഹൂൻ, അഫ്ലഹ. അതിന്റെ അർത്ഥം എന്താണ്? ധാരാളമായിട്ട് കാണാം. മുഫ്ലിഹൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ മാത്രമാണ് വിജയിച്ചവർ. അപ്പൊ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് എന്താണ്? ഫൗസും ഫലാഹുമാണ്. ഫൗസും ഫലാഹ് എന്ന് വെച്ചാൽ, ഫൗസ് ഫലാഹ് എന്ന് പറഞ്ഞാൽ പരാജയമില്ലാത്ത വിജയം. ദുനിയാവിലെ എന്ത് വിജയങ്ങൾക്കും പരാജയം ഉണ്ടാവും, പക്ഷെ അള്ളാഹു പഠിപ്പിച്ച ആ വിജയത്തിന് പരാജയം ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കിയ വിജയങ്ങളൊക്കെ പരാജയപ്പെടും. അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت എല്ലാ മനുഷ്യന്മാരും മരിക്കും, ആസ്വദിക്കും. എല്ലാവരും മരണത്തെ ആസ്വദിക്കും. എന്നിട്ടോ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം പൂർണ്ണമായി തരുന്ന ഒരു ദിവസം, ഒട്ടും കുറയില്ല. അതേതാ ദിവസം? ഖിയാമത്ത് നാൾ. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അള്ളാഹ് നമ്മോട് പറയാം, فمن زحزح عن النار وأدخل الجنة فقد فاز. ഈ വാചകത്തിന്റെ പിന്നെ ആശയം ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മളൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരു ആയത്താണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി, ആരെങ്കിലും നിരങ്ങി. സഹ്സഹ എന്ന് പറഞ്ഞാൽ നിരങ്ങി.
ആരെങ്കിലും നിരങ്ങി എങ്ങനെയെങ്കിലും ഒക്കെ നിരങ്ങി നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട് എന്നിട്ട് നരകത്തിലേക്ക് വീഴാതെ, നരകത്തിലേക്ക് ചാടാതെ സ്വർഗത്തിലെത്താൻ സാധിക്കുമോ? ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥ വിജയി എന്താ ഇവിടെ പറഞ്ഞത്? നിരങ്ങിയിട്ടാണ്. കാരണം നരകത്തിന് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു ആ പദം ഉപയോഗിച്ചത്. നരകത്തിന്റെ മുകളിലാണല്ലോ ആ പാല്. നമ്മൾ ആ പാലത്തെ കുറിച്ച് കേട്ടില്ലേ? ഞരങ്ങിയിട്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ കാണുന്ന ദുനിയാവിലെ ജീവിതം മുഴുവൻ മനുഷ്യനെ വഞ്ചിക്കുന്നതാണ് അള്ളാഹു പറയാൻ. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത് അതാണ്. സഹോദരന്മാരെ, നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെ ആ വിജയികളുടെ കൂട്ടത്തിൽ പെടുമോ ഇല്ലയോ എന്നാണ്. അതിനു വേണ്ടിയിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളും അള്ളാഹു പഠിപ്പിച്ച യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ, ആണോ അല്ലയോ എന്നറിയാൻ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കും. അത് ഒരു വലിയ വിഷയമാണ്. അത് കുറേശ്ശെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം ഉറപ്പിച്ചോളി, ദുനിയാവിൽ വിജയം ആരും നോക്കണ്ട. അത് പരാജയപ്പെടും അല്ലെ? പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ നമ്മൾ. പക്ഷെ യഥാർത്ഥ വിജയം, അതാണ് നമ്മൾ വേണ്ടത്. നമുക്ക് യഥാർത്ഥ വിജയമാണ്. ആ യഥാർത്ഥ വിജയികളുടെ അടയാളം, ഒന്നാമത്തെ അടയാളം ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നമുക്ക് ഇഖ്ലാസ് കിട്ടുന്നുണ്ടോന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ നമുക്ക് ഒരു ഇഖ്ലാസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തിനാ ജുമാക്ക് വന്നത്? നമ്മൾ എന്തിനാ ജുമാക്ക് വന്നത്? അത് ഒരു നിർബന്ധ കർമ്മമായത് കൊണ്ട്, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണോ? എങ്കിൽ നമ്മൾ ആ വിജയുടെ കൂട്ടത്തിൽ പെടൂല. അത് ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം. നിവൃത്തിയില്ല, പള്ളി ചെന്നില്ലെങ്കിൽ ഉസ്താദ് ചോദിക്കും, അതിനാണോ? ഒരു കാര്യമില്ല. നമ്മൾ ആ വിജയികളുടെ കൂട്ടത്തിൽ പെടൂല. എന്തിനാ നിസ്കരിച്ചത്? എന്തിനാ സ്വതക്ക നൽകുന്നത്? ഇതൊക്കെ ചെയ്യുമ്പോ എന്റെ ഉള്ളിലുള്ള വികാരം എന്താണ്? അതാണ് ഇഖ്ലാസ്. എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്തിട്ട് അതങ്ങോട്ട് പൂർത്തിയാക്കുക എന്നാണോ? അങ്ങനെ ചില ആൾക്കാർ അല്ലേ? ഞാൻ സ്വതക്ക കൊടുക്കുന്നത്, ഞാൻ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത്, ഞാൻ ജനങ്ങളെ ഉപദേശിക്കുന്നത് എനിക്കൊരു സൽകീർത്തി കിട്ടാനാണോ? എന്നെ ആളുകൾ അറിയാനാണോ? എന്നെ ആളുകൾ ബഹുമാനിക്കാനാണോ? അസ്തഗ്ഫിറുല്ലാഹ്, ഭയങ്കര വിഷയാട്ടോ. അപ്പൊ നാട്ടില് നമ്മൾ കുറ്റപ്പെടുത്തി പറയല്ല, ഇഖ്ലാസ് എന്ന് നമുക്ക് ഓരോ ഹൃദയത്തിൽ അറിയുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണെങ്കിലോ, ഒരാൾക്ക് ഒരു കിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫോട്ടോ എടുക്കുക. അല്ലാഹ്. അപ്പൊ അങ്ങനെ ഞാൻ സദക്ക നൽകുന്നതും ഞാൻ ജനങ്ങളെ ഉപദേശിക്കുന്നതും എന്നെ ആളുകൾ അറിയാനും എന്നെ ആളുകൾ മഹത്വപ്പെടുത്താനുമാണെങ്കിൽ അള്ളാഹുടെ കലാം അതൊക്കെ പൊടിയായി ധൂളമായി പോകുന്ന ഒന്നും ഉണ്ടാവില്ല. എത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും അതിന്റെ പിന്നിൽ അതിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൊടിയായി പോകും. അതാണ് ഒന്നാമത്തത്. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ചോളി, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ ഇഖ്ലാസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലേ ഇല്ല. നമുക്കറിയാലോ, ചരിത്രങ്ങളൊക്കെ നമുക്കറിയാലോ. ഒരിക്കൽ ഒരു സഹാബി ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ച് നമസ്കാര സ്ഥലത്ത് ഇരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോ കരയുമ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാണ് കരയണത്? ഒരു സ്വഹാബിയാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചരിത്രം, പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ, നമസ്കാര സ്ഥലത്തിരുന്ന് ഞാനും നിങ്ങളും ആരും കരഞ്ഞിട്ടില്ല ഉണ്ടോ?
അപ്പൊ ചോദിച്ചു എന്താണ്? ആ സമയത്ത് മഹാനായ സ്വഹാബി ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ കേട്ട ഒരു വചനം ഞാൻ ഇപ്പോ ഈ നമസ്കാരത്തിന് സലാം വീട്ടിയ ഉടനെ ഓർത്തുപോയി. നമ്മളൊക്കെ ഇപ്പൊ ഇന്നലെ എന്റെ അനുജൻ പറയണ്ടായി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഖുതുബയ്ക്ക് ഓർമ്മയില്ല. ഖത്തീബാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരാളോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച എന്തേ പറഞ്ഞു ഓർമ്മയുണ്ടോ? മൂപ്പർക്ക് ഓർമ്മയില്ല. പറഞ്ഞ മൂപ്പർക്ക് ഓർമ്മയില്ല. നമ്മളെ അവസ്ഥ ഇതാണ്. ഇവിടെ സഹാബി പറയുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ട ഒരു വചനം ഞാൻ ഓർത്തുപോയി, അപ്പൊ കരഞ്ഞുപോയി. നമുക്ക് ഒന്നല്ല 1000, നിങ്ങളല്ല ഇപ്പൊ ഞാൻ അടക്കാട്ടോ, 1000 വചനം കേട്ട കരച്ചിൽ വരും. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം എന്റെ സമുദായം അവർ ശിർക്ക് ചെയ്യുന്നവരാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ സമയത്ത് ശദ്ദാദ് ഇബ്നു ഔസ് ചോദിച്ചു, റസൂലേ, താങ്കൾക്ക് ശേഷം താങ്കളുടെ ഉമ്മത്ത് ശിർക്ക് ചെയ്യുമെന്നാണോ താങ്കൾ ഭയപ്പെടുന്നത്? ഇത് പറയുമ്പോൾ ഒരു സംഭവം മനസ്സ് ഓർമ്മ വരാണ്, ഇടക്ക് പറയാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പിയ പടച്ചവനെ ഈ ഉമ്മത്തിന്റെ അവസ്ഥകൾ ആലോചിക്കണം സഹോദരന്മാരെ. ഒരു ഉംറ ചെയ്യാൻ ഇപ്പോൾ ഏകദേശം ഒരു 1.25 ലക്ഷം ഉറുപ്പിയാണ് ഒരു ഉംറ ചെയ്യാൻ. ട്രാവൽസിൽ ഇങ്ങനെ കൂട്ടും കുറേ വേറെ വിഷയം. എന്നിട്ട് ഇത്ര കാശ് കൊടുത്തിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, നമുക്കറിയാം യാത്ര എന്ന് പറഞ്ഞാൽ അദാബ് എന്നാണ്, ശിക്ഷയിൽ ഒരു കഷ്ടാണ് യാത്ര. യാത്ര പോയ ആൾക്കറിയാം. എന്നിട്ട് അവിടെ മക്കയിൽ ചെന്ന് മദീനയിലെത്തി. മദീന സന്ദർശനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ആ വീഡിയോ. മദീന സന്ദർശന വേളയിൽ അവരെ കൂടെ നടക്കുന്ന അമീർ എന്ന് പറയുന്ന മനുഷ്യൻ തനി പച്ച ശിർക്കിലേക്ക് പാവപ്പെട്ട മനുഷ്യൻ തള്ളിവിടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് നേരെയുള്ള പച്ച കുബ്ബയുടെ നേരെ കൈ നീർത്തി അള്ളാഹുവിനോട് ചോദിക്കേണ്ട എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി ചോദിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ സഹോദരന്മാരെ, ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല. പാവപ്പെട്ട് നമ്മുടെ സഹോദരന്മാർ ഉംറക്ക് പോകുമ്പോ ശരിക്കും പറഞ്ഞോ, ശരിക്കും പറഞ്ഞു കൊടുത്തോളി. ലക്ഷക്കണക്കിന് ഉറുപ്പിക പോയത് മാത്രമല്ല, തനി പച്ച ശിർക്ക്. പാപികളാണ് തങ്ങളെ, ഞങ്ങളെ ഏറ്റെടുക്കണം തങ്ങളെ. അസ്തഗ്ഫിറുല്ലാഹ്. അതും എവിടെ? സാധാരണ പ്രാർത്ഥിക്കുമ്പോ ഖിബിലക്ക് തിരിയണ്ടേ സഹോദരി? ഇതാണ് അവസ്ഥ. അതുപോട്ടെ. അപ്പോ ശദ്ദാദ് ഇബ്നു ഔസ് ചോദിച്ചു, റസൂലേ, താങ്കൾക്ക് ശേഷം താങ്കളുടെ സമുദായം ശിർക്ക് ചെയ്യുമെന്നാണ് താങ്കൾ ഭയപ്പെടുന്നത്? ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശദ്ദാദിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അല്ലയോ ശദ്ദാദ്, അവർ എനിക്ക് ശേഷം സൂര്യനെയോ ചന്ദ്രനെയോ ബിംബങ്ങളെയോ നക്ഷത്രങ്ങളെയോ മരങ്ങളെയോ പുണ്യപുരുഷന്മാരെയോ പുണ്യപുഷ്പങ്ങളെയോ ആരാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാകുമോ? ഇതെങ്ങനെ വന്നു? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. വീടിക്ക സഹോദരന്മാരെ, അപ്പൊ ഒന്നാമത്തത് ശരിക്കും ശ്രദ്ധിച്ചോ. യഥാർത്ഥ വിജയം, പരിപൂർണമായ വിജയം എനിക്കും നിങ്ങൾക്കും വേണോ? ഒന്നാമതായി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നഷ്ടപ്പെടരുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഖ്ലിസ് ലീ ഫീ അമലി. ദാരി പഠിപ്പിച്ചതാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബേ, എനിക്ക് എന്റെ അമലുകളിൽ ഇഖ്ലാസ് തരണേന്നാ ആരാ പ്രാർത്ഥിച്ചത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഷയം, നമ്മളൊക്കെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കേണ്ടവരാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്, എനിക്ക് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് എളുപ്പമായി തീരുന്നുണ്ടോ? ഓരോ അടയാളവും പറയുമ്പോൾ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുക ഉണ്ടോന്ന്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരാൻ എനിക്ക് എളുപ്പമായോ പ്രയാസായോ? വളരെ ഈസിയാ ചിന്തിക്കാൻ. വെള്ളിയാഴ്ച ഇമാമ് ഈ മിമ്പറിന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്താൻ എനിക്ക് പ്രയാസമായോ അത് എളുപ്പമായോ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഗ്രിബ് വരെ സമയമുണ്ട്, ഓതിയോ? ഓതാൻ എളുപ്പമുണ്ടായോ അതോ പ്രയാസായോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കേണ്ടത്,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ധരിച്ച വസ്ത്രം അല്ലാഹു പറഞ്ഞ രൂപത്തിൽ ധരിക്കുക എന്നത് പ്രയാസാണോ? പർദ്ദന്റെ പാക അപകടത്തിലാണ് അല്ലേ? അള്ളാഹു പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത് എളുപ്പമാണോ? അല്ല, ഇതിപ്പോ ഇട്ട് നടന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ആൾക്കാരെന്താ തോന്നുക? അങ്ങനെയാണോ? അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത് എനിക്ക് എളുപ്പമാണോ പ്രയാസമാണോ? ചിന്തിക്കുക. നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് പച്ചയിട്ട് പറയണം, സാഹിത്യമൊന്നുമില്ല. ഇന്ന് രാവിലെ ഫജ്ർ നമസ്കരിച്ച് നമുക്ക് എളുപ്പമായോ പ്രയാസമായോ? സഹോദരന്മാരെ, ചിന്തിക്കുക. എന്റെ മുമ്പിലേക്ക് ഒരാൾ യാചിച്ച് വന്നു, അപ്പൊ എനിക്ക് മനസ്സിൽ പ്രയാസം ഉണ്ടായോ? എനിക്ക് സന്തോഷം ഉണ്ടായോ? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എന്നെങ്കിലും നമസ്കരിക്കുന്ന നമുക്ക് ആ നമസ്കാരം ഒരു ഭാരമായി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആ അടയാളത്തിൽ പെടൂല, വിജയിച്ച ആൾ കൂട്ടത്തിൽ പെടൂല. അതന്നെ രണ്ടാമത്തെ അടയാളം. ഒന്നുകൂടി പറയാം, അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഫഖദ് ഫാസ്, നമ്മൾ പെടൂലട്ടോ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക സഹോദരന്മാരെ. ഈ അടയാളം ഇൻഷാ അല്ലാഹ് എണ്ണി പറയാനുള്ളതാണ്. ഈ അടയാളങ്ങൾ ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ അടയാളങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൻ നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. സഹോദരന്മാരെ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് 78 വയസ്സ് പൂർത്തിയായി 79ലേക്ക് പ്രവേശിക്കുന്നു. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ആഗസ്റ്റ് 15-നല്ല, ആഗസ്റ്റ് 15-നല്ല സ്വാതന്ത്ര്യം കിട്ടിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതറിയാം, ചിലപ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യം അതുകൊണ്ട് സൂചിപ്പിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിന് അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയത്? സാധാരണ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ പിന്നെ രാവിലെ പകൽ വെളിച്ചത്തിൽ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക. ഇതെല്ലാരും ഉറങ്ങി കൂർക്കം വലിച്ചു ഉറങ്ങുമ്പോ സ്വാതന്ത്ര്യം കൊടുക്കുക. എന്തുകൊണ്ടാണ്? അതിൽ പിന്നിലൊരു സംഭവമുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭാരതത്തിന്റെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി. അതിൽ ഇന്ത്യയിൽ നടക്കമുള്ള, അമേരിക്കയിലും ചൈനയിലും ജപ്പാൻ ഒരുപാട്, ഇന്ത്യയിൽ അടക്കമുള്ള ഏകദേശം 300ഓളം പത്രപ്രവർത്തകർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ ആ പത്രപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറയാം, ഭാരതം ഇനി ഭാരതീയന്റെ കൈകളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഖ്യാപനമാണുള്ളത്. അപ്പൊ ഈ പ്രഖ്യാപനം കേട്ടപ്പോ ഇന്ത്യയിൽ നിന്ന് വന്ന ഇത് പിന്നെ ഒരൊറ്റ പുസ്തകത്തിൽ മാത്രമാണ് ഈ സംഭവം എഴുതി കിട്ടുന്നത്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിക്ക് ശേഷം എന്നുള്ള ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമല്ല. ഇന്ത്യയിൽ അങ്ങനെ പുസ്തകം ഇറങ്ങിയിട്ടില്ല. അപ്പോ ആരും പ്രതീക്ഷിക്കാത്ത ഈ പ്രഖ്യാപനം നടത്തിയ സമയത്ത് ഒരു ഇന്ത്യക്കാരനായ പത്രപ്രവർത്തകൻ ചോദിച്ചു, തീർച്ചയായും ഈ ഒരു പ്രഖ്യാപനം നടത്തുമ്പോ താങ്കളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു തീയതി ഉണ്ടോ? ഏതെങ്കിലും ദിവസം അങ്ങനെ തീയതി ഉണ്ടാവോ? സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ തീയതി ഇല്ല. ഇത് ചോദിച്ചപ്പോ ഒരുപാട് തീയതികൾ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു എന്നാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ബ്രിട്ടന്റെ മുമ്പിൽ അടിയറവ് വെച്ചത് ഓഗസ്റ്റ് 15-നാണ്. ആ ഒരു ദിവസം മുമ്പ് ഓർമ്മ ഉണ്ട്.
അത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് പറഞ്ഞത്. അങ്ങനെ അയാൾ പ്രഖ്യാപിച്ചു, ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതിന് അന്ന് ബ്രിട്ടീഷുകാർ ഭാരതം ഭാരതീയർക്ക് കൈമാറുകയാണ്. റേഡിയോ ഇതൊക്കെ പ്രക്ഷേപണം ചെയ്തു. അങ്ങനെ ആളുകളൊക്കെ അറിഞ്ഞു. ഇത് ആളുകളൊക്കെ മൊത്തം അറിഞ്ഞപ്പോഴാണ് ഒരു ദുരന്തം ഉണ്ടായത്. ശ്രദ്ധിച്ചോളൂ, ഒരു ദുരന്തം. ഉപ്പര് പറഞ്ഞു ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നത്, 15 പ്രഖ്യാപിക്കമാണ് ദിവസം. ആ സമയത്ത് ഇതെല്ലാവരും അറിഞ്ഞപ്പോ ഭാരതത്തിലെ ജ്യോത്സ്യന്മാർ സട കുടഞ്ഞു എഴുതിയിട്ടു. ശരിക്കാ പുസ്തകം വായിച്ചത് വെറുതെ പറയല്ല. അങ്ങനെ അവരൊക്കെ അവർ കബഡി നിറച്ച്, ജ്യോത്സ്യന്മാർ കബഡി നിറച്ച്. കൂട്ടത്തിൽ കൽക്കട്ടക്കാരനായ ഒരു ജ്യോത്സ്യൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, 15-ാം തീയതി പ്രഭാതം മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ സമയവും കാലവും മോശമാണ്. അന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഭാരതം രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് 15-ാം തീയതിക്ക് ശേഷം സ്വാതന്ത്ര്യം വേണ്ട ഭാരതത്തിന്. അങ്ങനെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട, 15-ാം തീയതിക്ക് ശേഷമാണ്. ഇതാകെ പ്രശ്നമായി, സംവാദമായി. അവസാനം രാഷ്ട്രപിതാവും അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും മൗണ്ട് ബാറ്റൻ പ്രഭുവും ജ്യോത്സ്യന്മാരും ഒക്കെ ഒരുമിച്ചുകൂടി ഒരു വട്ടസമ്മേളനം നടത്തി. അവസാനം നിവൃത്തിയില്ലാതെ മുപ്പര് പറയുന്ന ശരി, ആഗസ്റ്റ് 14 അർദ്ധരാത്രി കൈക്കോട്ടെ. അങ്ങനെ തീരുമാനിച്ചു. അപ്പൊ ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ് 14-ാം തീയതി. ഇത് കഴിഞ്ഞതിന് ശേഷം മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞൊരു വാചകം ശരിക്കും ശ്രദ്ധിച്ചോളി. അതായത് എന്താ ജ്യോത്സ്യന്മാരെന്താ പറഞ്ഞത്? അവർ കവടി നിരത്തിയിട്ട് പറഞ്ഞു 15-ാം തീയതിക്ക് ശേഷം മോശമായ കാലമാണ്, അതുകൊണ്ട് 15-ാം തീയതിക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ട. അങ്ങനെ 15-ാം തീയതിക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടൂല. മൗണ്ട് ബാറ്റൻ പ്രഭു അവസാനമായി പറയാണ്, ഈ അന്ധവിശ്വാസം ഭാരതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകൂല. ഭാരതത്തിൽ എന്നും ഈ അന്ധവിശ്വാസം നിലനിൽക്കും. ശരിക്കും ശ്രദ്ധിച്ചോളി. ഏത് മതത്തിലെ അന്ധവിശ്വാസം ഇല്ലാത്തത് അല്ലേ? അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും പാവപ്പെട്ട മനുഷ്യന്മാരെ ജാതി മതം ഒക്കെ എല്ലാത്തിലുണ്ട്. സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം സമാധാനം വലിയൊരു അമാനത്താണ്. നമ്മുടെ വിശ്വാസത്തിലും പ്രവൃത്തികളിലും നീതിയും ഐക്യവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അല്ലെ? ഇന്ത്യ, നമുക്കറിയാം, ഇന്ത്യയുടെ ഹൃദയം അത് മതേതരത്വമാണ് അല്ലെ? ആ മതേതരത്വത്തിന് കളങ്കമേൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ നിലനിൽക്കുന്ന രാജ്യമാണ്, ഇന്ത്യ നിലനിൽക്കേണ്ട രാജ്യമാണ്. അനീതികൾക്കെതിരെ ആയിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യം. നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും മതേതരത്വത്തിന്റെയും നാടായി നമ്മുടെ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. റഹ്മാനുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടു പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും മക്കൾക്കും സ്നേഹിതന്മാർക്കും ഉസ്താദുമാർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി നീ മാറ്റണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദയിൽ ഉച്ചരിച്ച് ഉറച്ചു നിന്ന് അവസാനം ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നീ ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, നീ വാഗ്ദാനം ചെയ്ത, ഒരിക്കലും തോൽക്കാത്ത, പരാജയപ്പെടാത്ത വിജയത്തിന്റെ, യഥാർത്ഥ വിജയത്തിന്റെ ഉടമകളായി അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ആക്കി തീർക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد